ഒരു മനുഷ്യനെ 1/2 കിലോമീറ്ററോളം കാറിൽ വലിച്ചഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്തവർക്ക് അതൊക്കെ ചെയ്യാനാവുകയുള്ളൂ. മനുഷ്യ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ സംഭവിച്ചത്. ആ സംഭവത്തിൽ പ്രിയങ്ക ഇടപെട്ടിരിക്കുകയാണ്. നേരിട്ട് കളക്ടറെ വിളിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക കാര്യങ്ങൾ തിരക്കിയതും ഉടനടി നടപടി വേണമെന്നാവശ്യപ്പെട്ടതും. സംഭവത്തിൽ കർശന നടപടി വേണമെന്നാണ് പ്രിയങ്കയുടെ ഉത്തരവ്. മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. യുവാവിനെ വലിച്ചഴിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിക്രമം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. വയനാട് കണിയമ്പാറ്റ സ്വദേശി ഹർഷിദും സുഹൃത്തുക്കളുമാണ് കേസിലെ പ്രതികൾ. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കുറ്റം ചെയ്തവരോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് മന്ത്രി OR കേളുവും നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദിവാസി യുവാവിനെതിരായ ആക്രമണത്തെ വളരെ ഗൗരവമായി കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്ത മാതൃകാപരമായി കർശന ശിക്ഷ നൽകുന്നതിനുമുള്ള എല്ലാ നടപടികളും സർക്കാർ ഇതിനകം തന്നെ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചിരുന്നു. പരിക്കേറ്റ മാദനെ വിദഗ്ധ ചികിത്സയ്ക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാദന് ആവശ്യമായ വിദഗ്ധ ചികിത്സ നൽകുവാനും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനും പട്ടികവർഗ വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും മന്ത്രി നിർദ്ദേശവും നൽകി. കൂടൽക്കടവ് ചെമ്മാട് നഗറിലെ മാദനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം നടന്നത്. KL 52 O87 33 എന്ന കാറിലായിരുന്നു സംഘം എത്തിയത്. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ എത്തിയ വിനോദസഞ്ചാരികളുമായി ഉണ്ടായ വാക്ക് തർക്കമാണ് മാദനെ റോഡിലൂടെ വലിച്ചഴിക്കാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2 കാറുകളിൽ എത്തിയ വിനോദസഞ്ചാരികളാണ് വലിച്ചഴിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. വയനാട് മാനന്തവാടി കൂടൽക്കടവിലായിരുന്നു ആദിവാസി യുവാവ് മാദനെ റോഡിലൂടെ വലിച്ചയച്ചത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. താൻ MP ആയതിനു ശേഷം ഒരു അനീതിയും വയനാട്ടിൽ വെച്ചു പൊറപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഒരു മനുഷ്യജീവൻ ഇങ്ങനെ വലിച്ചഴിച്ചത് ദാരുണമെന്നല്ല, അതിദാരുണം എന്ന് തന്നെ പറയണം. ഈ സംഭവത്തെക്കുറിച്ച് ആ യുവാവിന്റെ പ്രതികരണവും കരളലിയിപ്പിക്കുന്നതായിരുന്നു. തന്റെ വിരൽ കാറിന്റെ ഡോറിൽ കുടുങ്ങിപ്പോയതറിഞ്ഞിട്ടും അവർ വണ്ടി നിർത്താതെ ഓടിച്ചുവെന്നും കാലിന്റെ ഉപ്പൂറ്റിയെല്ലാം പരിക്കോടെയാണ് ഇരിക്കുന്നതെന്നുമാണ് യുവാവ് പറയുന്നത്. ആ യുവാവിന്റെ പ്രതികരണം നമുക്ക് കാണാം. പിന്നെ സാധനം വെച്ചിട്ട് കട നിൽക്കുവായിരുന്നു. അപ്പൊ അവര് എന്തോ കുറെ നേരം വർത്തനം പറഞ്ഞു. ഞാൻ എന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നാണ്. അന്നത്തിന് ആ ഡോർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന മറ്റേതിലേക്ക്. അന്നേരത്തിന് ആ ഡോർ ഒറ്റടക്കയില്ലേ. എന്നിട്ട് അവര് നിർത്തിയില്ല. വായിച്ചോട്ടെ ഞങ്ങൾ ഒന്ന് പാലത്തിട്ട് അവിടെ വരെ പോകുന്നു. ഡോർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ കൈ കുടുങ്ങിയോ? കുടുങ്ങിട്ട് അങ്ങ് വലിച്ചോണ്ട് കൊടുത്തോണ്ട് പോയി. അവർ 4 ആളുണ്ട്. എവിടെയുള്ളതെന്ന് അറിയത്തില്ല. അവരെ ചെക്കടം അടുത്ത് കുളിക്കാൻ വേണ്ടി വന്നാണ്. അന്നേരം അവിടെ നിന്ന് ഒച്ചപ്പടം ബഹളൊക്കെ ആയിട്ട് നിങ്ങൾ കടയിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ ഈ കല്ലൊക്കെ എടുത്ത് കുളിച്ചേക്കോ അറിയാൻ വേണ്ടി എന്റെ വണ്ടിക്കെങ്ങാണ്ട്. അവിടുന്ന് ഞാനവർക്ക് വേറെന്തെല്ലായിരിക്കും ഞാൻ അടുത്തേക്ക് പോയി. അത് മുമ്പത്തിന് വെച്ചങ്ങനെ ഡോറിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു ഒറ്റടക്കല്ലേ. ചമ്മരി തുറന്നില്ല. പിന്നെ എന്നെയും ബൈക്കെടുത്തോടെ അങ്ങോട്ട് പോയി. അങ്ങനെ പാലത്തിന്റെ അവിടം വരെ 2 കാലിൻ്റെ ഒക്കെ പോയി. ഇവിടുത്തെ ഇതൊന്നുമില്ല ഇവിടെ. എല്ലാം കൂടി ഞാൻ ഇപ്പൊ ചായ കുടിച്ചോളൂ. അനിയനുണ്ട്. മടന്നിറക്കാൻ പറ്റൂല അല്ലേ? മടന്നിറക്കാൻ പറ്റൂല. സന്ധിയിലൊക്കെ തൊഴിലെടുക്കൊള്ളി. കാലിനും പറ്റുന്നോ? കാലിന്റെ ഇപ്പൊന്നില്ല. ഇതായിപ്പോയി. കണ്ടിച്ചിട്ട് ചെക്കന്മാരാ ചെക്കന്മാര് വിടാൻ പറഞ്ഞ വിട്ടില്ല. ഇല്ലാന്ന് വണ്ടി നിർത്തുവാണെങ്കിൽ അങ്ങനെ ഊരിട്ട് അങ്ങനെ വിടാനും പറ്റൂല. ചിലപ്പോ ടയറിന്റെ മേലെ കയറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരുന്നായി തന്നെ. അവര് പിടിച്ചു. അവര് 2 ആളും കൈ പിടിച്ചു. പുറകിരിക്കുന്നവരും പിടിച്ചു. 6 ആശുപത്രിയിലാക്കി. എന്നിട്ട്
അവിടെ കണ്ടത് കുറെ എണ്ണം ഉണ്ടായിരുന്നു അവിടെ ആ. അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ആ അവരെല്ലാം കൂടി ഒരു വെള്ളിമുഖം വിളിച്ചിട്ട് കൊണ്ടുവന്നാണ്. എവിടെ ചാലിക്കത്തല്ലേ വീട്? അല്ല കൂടുതലടവ് പുൽക്കടവിടെ രാവിലെ അങ്ങോട്ടോ? അവിടെ ആ ഡാമിന്റെ അടുത്ത് തന്നെ. ഓഫീസിലേക്ക് വീടിനെടുത്താ? ആ തന്നെ. ഡോറിന്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയില്ലേ കൈ? നമ്മൾ നിർത്തിയേച്ച് പോകാൻ കുഴപ്പമില്ല. പോയിരുന്ന സമയത്ത് നിർത്തിപ്പോയില്ല. വലിച്ചുകൊണ്ട് എടുത്തോണ്ട് പോയി. എനിക്ക് എന്താ ഭാഗത്ത് കുറച്ചങ്ങെത്തി കഴിയുമ്പോഴത്തേന് ഇവര് ഈ ഡോറിന്റെ കുറച്ച് തുറന്നേച്ച് എന്നിട്ട് നിർത്തിയില്ല. എന്നോട് തള്ളിട്ടേച്ച് അമ്മരെ വണ്ടി എടുത്തിട്ട് പോയി.